ശ്രീ റോണി കെ ബേബി നോക്കൂ, ഇവിടെ ഇപ്പോ സുധാകരന് മുന്നിൽ കീഴടങ്ങുന്നു പാർട്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? KPCC അധ്യക്ഷൻ അവിടെ ശക്തമായ മത്സരം നേരിടുകയാണ്. പേരാവൂരിൽ KK ശൈലജ സ്ഥാനാർത്ഥിയായി വന്നു. കഴിഞ്ഞ തവണ അവിടുത്തെ സക്കീർ മത്സരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 3000 ചില്ലാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മത്സരം നേരിടുകയാണ് KPCC അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ പോസ്റ്ററിന്റെ നടുക്ക് ഭീഷണി ഉയരുന്ന സന്ദേശം വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. വാർത്താസമ്മേളനം വിളിച്ചതാണ്, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിയത്തില്ല. എന്തായാലും നേതാക്കൾ അനുനയിപ്പിച്ചാണ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഭീഷണി വരെ K സുധാകരൻ ഉയർത്തി എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇപ്പോൾ തന്നെ ഇതൊക്കെ പുറത്തായി ചർച്ചയായി. ഡാമേജ് ഈസ് ഡൺ എന്ന ഒരു സാഹചര്യമാണോ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്? ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു, പക്ഷെ ഉണ്ടായില്ല. ഇനി പ്രശ്നങ്ങൾ പരിഹരിച്ചാലും തീരാത്ത തരത്തിലുള്ളൊരു ഡാമേജ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുള്ള ഒരു പദമാണ്. ഈ കോൺഗ്രസിന്റെ അകത്ത് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും, പിന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ കാര്യങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. K സുധാകരൻ ഞങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവ്. അദ്ദേഹം എവിടെയെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് ഇച്ചിരി ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, നേരെ BJP-യിലേക്ക് പോകുന്നു, BJP-യുമായി ചർച്ച ചെയ്യുന്നു. ഈ മാധ്യമങ്ങൾ ഇങ്ങനത്തെ ഒരു വാർത്ത പ്രചരിപ്പിച്ചിട്ട് കോൺഗ്രസിനോട് ചോദ്യം ചോദിക്കുകയാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും? K സുധാകരൻ പത്രസമ്മേളനം നടത്താൻ പോവുകയാണ് എന്ന് അദ്ദേഹം ഒരു പറഞ്ഞിട്ടില്ല. ഇവിടെ രാവിലെ 7 മണിക്ക് മാധ്യമങ്ങൾ ലൈവ് തുടങ്ങുന്നത്, K സുധാകരൻ 11 മണിക്ക് മാധ്യമങ്ങളെ കാണാൻ പോകുന്നു, അവിടെ K സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും സമ്മതിദായ നേതാവാണ് അദ്ദേഹത്തിന്. കേരളത്തിന് മുഴുവൻ രാഷ്ട്രീയവും പിന്നെ അത്രമാത്രം കൃത്യമായിട്ട് അറിയാവുന്ന മാധ്യമങ്ങൾക്ക് അങ്ങനെ തോന്നി പറയുന്നതല്ലല്ലോ. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാൻ പറ്റില്ല, അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിച്ചു കളയും. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആഭ്യന്തര പ്രശ്നങ്ങളിൽ വലയുന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ നെക്കിട്ട് കയറുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പോൾ ഈ പാനലിൽ താങ്കൾക്കും മാധ്യമങ്ങളെ കോർണർ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒരു നേതാവ് വാർത്താ സമ്മേളനം നടത്തുമെന്ന വിവരം ലഭിച്ചാൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാക്കളായിട്ടുള്ള VD സതീശനോടും സണ്ണി ജോസഫിനോടും ചോദിക്കുന്ന ആ രീതിയിൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടോ ഗോവിന്ദൻ മാഷിനോടോ ഒന്ന് ചോദിക്കാൻ കഴിയുമോ? എല്ലാ ചോദ്യങ്ങളും മാധ്യമങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടവരോടൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീ റോണി കെ ബേബി. ചോദിക്കേണ്ടവരോടൊക്കെ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട ശ്രീ കുഞ്ഞുകണ്ണൻ മാഷ് അദ്ദേഹം പറയുന്നത് കേട്ടു, വലിയ എന്തോ അപരാധങ്ങളാണ് ഇവിടെ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്തോ വേണ്ട 11 MLA-മാര് മാറ്റി വോട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിന് പുറത്ത്. ഇവിടെ കേരളത്തിലെ അവസ്ഥ നോക്ക്, 6 മുൻ MLA-മാർ പാർട്ടി വിട്ടിരിക്കുക, അതിനകത്ത് 3 മുൻ MLA-മാര് BJP ചേർന്നിരിക്കുക, BJP ക്യാമ്പിൽ. അതൊന്നും അദ്ദേഹം കാണുന്നില്ല. ഇവിടെ 9ഓളം നേതാക്കന്മാരാണ് CPM-നെ CPM വിട്ട് LDF വിട്ട് അവർക്കെതിരെ സ്വതന്ത്രരായി റിബലുകളായി മത്സരിക്കാൻ പോകുന്നത്. CPM-ന്റെ കഴിഞ്ഞ 1957 കേരള നിയമസഭയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് തൊട്ട് കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഏതൊരു CPM-ന്റെ നേതാവ് റിബലായിട്ടോ സ്വതന്ത്രനായിട്ടോ നിന്ന് ചരിത്രം കേട്ടിട്ടുണ്ടോ? പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ കണ്ണൂര്, പാലക്കാട്, ആലപ്പുഴയിലൊക്കെ വലിയ ഉരുൾപൊട്ടലല്ലേ? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും സമ്മന്നതരായ 2 നേതാക്കന്മാരാണ് പത്രസമ്മേളനം നടത്തി CPM-ന്റെ അകത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട കുഞ്ഞുകണ്ണൻ മാഷ് പറയട്ടെ. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന A വിജയരാഘവന്റെ ഭാര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇതാണോ പാർട്ടി CPM-ന്റെ ശൈലി എന്ന് പറയുന്നത്? ഇതാണോ CPM-ന്റെ രീതി എന്ന് പറയുന്നത്? ഇതാണോ CPM-ന്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത്? കോൺഗ്രസിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ളത് നിങ്ങൾ. കുടുംബാധിപത്യമാണ്, കുടുംബ ഭരണമാണ്. ഇവിടെ എന്താ ഇപ്പോൾ CPM-ൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആകുന്ന ആൾക്ക് എന്തെങ്കിലും നിയമപരമായ ധാർമ്മികമായിട്ടുള്ള അധികാരമുണ്ടോ? അയാൾ ഒഴിയുന്ന സീറ്റിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ നോമിനേറ്റ് ചെയ്യാമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഭരണത്തിലുണ്ടോ? ഇതല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ എത്രമാത്രം അപജയത്തിലൂടെ CPM കടന്നു പോകുന്ന അവിടെ 2 നീതിയല്ലേ? പിണറായി വിജയനൊപ്പം നിൽക്കുന്നവർ ഒരു നീതി, ശൈലജ ടീച്ചറിനെ പോലെയുള്ള സമുന്നതരായ നേതാക്കളോട് പറയുകയാണ്, ഒന്നെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സീറ്റിൽ പോയി മത്സരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കുക, അവരുടെ സിറ്റിംഗ് സീറ്റിൽ നമ്മളെ ഓടിക്കുക. പിണറായി വിജയന് താല്പര്യമുള്ളവർക്ക് ഒരു മാനദണ്ഡം, പിണറായി വിജയന് താല്പര്യമില്ലാത്ത മറ്റൊരു മാനദണ്ഡം. ഇത്രമാത്രം ജനാധിപത്യ വ്യക്തമായിട്ട്
CPM അതിന്റെ സംഘടനാ രീതിയും തെരഞ്ഞെടുപ്പ് രീതിയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിമർശിക്കുവാനായിട്ട്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇതിന് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ഇങ്ങോട്ട് പരിശോധിക്കേ. ഇതിനു മുമ്പ് ഇത്രയും വേഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ച ഒരു ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് യാത്രയ്ക്ക് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് 3 ദിവസത്തിനകം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 95 സ്ഥാനാർത്ഥികൾ കൗണ്ടർക്കാൻ പോവുകയാണ് എന്നത് അതിന്റെ മെരിറ്റ് നിങ്ങൾ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ 48 മണിക്കൂർ നിങ്ങൾ ഈ 48 മണിക്കൂർ മിനിറ്റും പിന്നെ മണിക്കൂറും സെക്കൻഡ് നിങ്ങൾ എണ്ണി കാത്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് എണ്ണിയത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കിൽ നിന്നാണല്ലോ, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ വാക്കുകളിൽ നിന്നാണല്ലോ. അതും മാധ്യമങ്ങളുടെ തെറ്റാണോ? പരിശോധിച്ചാൽ താങ്കൾക്ക് തന്നെ യൂട്യൂബിൽ നിരവധി വീഡിയോകൾ 24 മണിക്കൂറെന്നും യാത്രക്കിടയിൽ വരുമെന്നും പറയുന്നത് കാണാം. അതങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ വൈകുമ്പോൾ എന്തുകൊണ്ട് വൈകുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, വളരെ ഗുരുതരമായ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.